ദേ ഇപ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഊണ് കഴിക്കാറായപ്പോഴാണ് ഞങ്ങൾക്കൊരു പൂതി തോന്നിയത് നമുക്ക് മീൻ മേടിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ ദേ മീൻ മേടിക്കാനുള്ള പോക്കാണ് കേട്ടോ. ഇപ്പോൾ ദേ കോണത്തുന്നിലാണ് കേട്ടോ. കോണത്തുന്നിൽ ദേ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ദേ പുഴ അവിടെ പണി നടക്കണ കാരണം JCB വന്ന് അവിടെ കുത്തി ഇളക്കിയപ്പോഴേക്കും അവിടെ പൈപ്പ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പുഴയുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ സാധാരണ മേടിക്കാറ് ദേ ഈ കരുപ്പടന്ന പാലത്തിൻ്റെ മുമ്പിലുള്ള കടയിൽ നിന്നാണ് കേട്ടോ മീൻ മേടിക്കാറ്. പക്ഷേ ഈ 12:30 1 മണിയായപ്പോൾ മീനൊക്കെ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ദേ ഞങ്ങൾ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. പാലത്തിൻ്റെ അപ്പുറത്തും അതെ മീനൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ കുറച്ച് മീനുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പൂമീനാണ് മേടിച്ചത്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് നന്നാക്കി തരികയും ചെയ്തു. അങ്ങനെ മീനൊക്കെ മേടിച്ച് ഞങ്ങൾ ദേ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകണ വഴിക്ക് അവർ നേരത്തെ പിള്ളേർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ മേടിക്കണമെന്ന്. ചിക്കൻ മേടിക്കണതിന് പകരമാണ് ഞങ്ങൾ മീൻ മേടിച്ചത്. അപ്പോൾ മീനിന് പകരം അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ദേ നമ്മുടെ കോണത്തുന്നിൻ്റെ സ്വന്തം ഐസ്ക്രീം കമ്പനി ആയിട്ടുള്ള മെൽബേന്ന് ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു കേട്ടോ. ഒരു ചോക്ലേറ്റും ഒരു മറ്റേ വാനിലയും കൂടി മേടിച്ചു കേട്ടോ, ചെറിയ 1 ലിറ്ററിൻ്റെ. അപ്പോൾ ദേ ഞങ്ങൾ തിരിച്ചു പോയപ്പോഴും അവിടെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പൈപ്പ് പൊട്ടിയിട്ട് നല്ലോണം വെള്ളം പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ദേ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ആദിത്യൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ. അപ്പോൾ ചോക്ലേറ്റിൻ്റെ സംഭവം എടുത്തിട്ട് മീനാഴ്ച പോയി ദേ ആദിത്യനെ വാനിലയും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഓരോ സ്പൂണും ഞങ്ങൾക്കും കിട്ടിയിട്ടാ. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ദേ ഞങ്ങൾ മീനൊന്ന് കഴുകിയെടുത്ത് നമുക്ക് മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. കൂട്ടാൻ വെച്ച് ഇനി കഴിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പം മീനൊക്കെ ദേ അനൂപാണ് കഴുകണേട്ടോ. അനൂപേട്ടനാണെങ്കിൽ കഴുകണം എന്നുണ്ടെങ്കിൽ ദേ ഇങ്ങനെ ഓരോ തുള്ളി ഓരോ മീനെടുത്ത് അതിൻ്റെ ഇതൊക്കെ കഴുകി വരുമ്പോഴേക്കും 1 മണിക്കൂറാവും. പൈപ്പ് ഇങ്ങനെ തുറന്നിട്ട് കഴുകണത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. ഇതേമാതിരി തന്നെയാണ് ചിക്കനും കഴുകുക. 1 മണിക്കൂർ വേണം ചിക്കനും മീനൊക്കെ കഴുകിയെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴുകാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വേഗം വാങ്ങിച്ച് കഴുകി മീനൊക്കെ പുരട്ടി വെച്ചു കൂട്ടാം. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പുരട്ടി നന്നായി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ സൗമ്യയും ഗ്രീഷ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചപ്പോഴേക്കും ഞാൻ പുരട്ടിയൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ നേരെ അവിടേക്ക് പോയി ഗ്രീഷ്മയുടെ വീട്ടിൽ പോയിട്ടാണ്. ഗ്രീഷ്മയുടെ വീട്ടിൽ പോയി ഇരുന്ന് ഞങ്ങൾ 3 നേരം കൂടിയും വർത്താനം തുടങ്ങി. അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട കാര്യവും മീൻ വറുക്കേണ്ട കാര്യവും ഒക്കെ അങ്ങോട്ട് വിട്ടുപോയി. അപ്പോൾ പെട്ടെന്ന് ആലോചിച്ചപ്പോഴാണ് അയ്യോ മീൻ വറുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓടിച്ചെന്നപ്പോഴേക്കും അമ്മ അവിടെ മീൻ വറുക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ മീനൊക്കെ വറുത്ത് ദേ ഞങ്ങളെല്ലാവരും കൂടിയും ഭക്ഷണമൊക്കെ കഴിച്ചു കൂട്ടാ. മീൻ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ദേ മീനിൻ്റെ അടിയിലത്തെ ആ ഗ്രേവി അത് കഴിക്കലാണ് എൻ്റെ പ്രധാന പരിപാടി കേട്ടോ. അപ്പോൾ ആദിത്യൻ്റെ അതിൽ നിന്ന് ഇടയ്ക്ക് കൈയിട്ട് വരും. ഞാൻ ആദിത്യനെ കൊണ്ട് കഴിപ്പിക്കില്ല, ചീത്തയാണെന്ന് പറയും. അത് കഴിക്കണത് പൊട്ടയാണ്, കൊളസ്ട്രോൾ ആവും, അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞ് ആദിത്യനെ കൊണ്ട് അത് കഴിപ്പിക്കില്ല. പക്ഷെ ഞാനത് കഴിക്കും. എൻ്റെ അമ്മൂമ്മയുണ്ടല്ലോ പണ്ട് പറയേ, ഞാൻ ആദ്യം നല്ല വണ്ണം ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ വണ്ണം കുറവാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മ പറയും ഈ മീനിൻ്റെ ഇതൊക്കെ ചട്ടിയൊക്കെ തുടച്ചങ്ങോട്ട് കഴുകി എന്നാലേ വണ്ണം വയ്ക്കുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ ഇത് പൊട്ടയാണെന്ന് ഇപ്പം എല്ലാവരും പറയും. പക്ഷേ എന്നാലും ഞാനത് കഴിക്കും കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ കഴിക്കുന്ന ആൾക്കാരാണോ? മീനിൻ്റെ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റല്ലേ ചോറിൽ കൂട്ടി കഴിക്കുമ്പോൾ, അത് നല്ലൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആദിത്യൻ മറ്റേ സമൂസയും പപ്സും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റംസാൻ്റെ ഇതായ കാരണം അങ്ങനെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു നമ്മുടെ കോണത്തുന്നിൽ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ കഴിച്ചു കേട്ടോ. പക്ഷേ ഉറക്കത്തിൽ നിന്ന് എൻ്റെ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ദേ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല കാറ്റ്. അപ്പോൾ ആദ്യത്തെ ദേ പുറത്ത് കസേരയൊക്കെ ഇട്ടിരുന്ന് ഫോണൊക്കെ കണ്ടിരിക്കുക. നല്ല കാറ്റ് വീശിയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കാറ്റൊക്കെ വീശി നല്ല മഴയും കിട്ടി. നല്ല വേനൽക്കാലത്ത് നല്ല വേനൽ മഴയും കിട്ടിയിട്ടാണ് നമുക്ക്. അപ്പോൾ കാറ്റും മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പുറത്തിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ നേരം. അടിപൊളി കാറ്റ് എൻ്റെ പൊന്നേ. ചുഴലിക്കാറ്റ്. ആഹാ എന്താ അറ്റ്മോസ്ഫിയർ അല്ലേ, അടിപൊളി. നല്ല
കാറ്റത്ത് തെങ്ങ് വീണു ഗൈസ്, തെങ്ങ് വീണു. ചക്ക വീണുണ്ടല്ലോ, ചക്ക വീണതാണോ? ആ അങ്കിട വീണേ ഒടിഞ്ഞ. ഓ അപ്പുറത്തേക്ക് പോയി കാണണം. അപ്പുറത്തേക്ക് പോയേ. അങ്ങനെ ദേ കാറ്റും മഴയൊക്കെ അവസാനിച്ചപ്പോൾ ഒരു തെങ്ങൊക്കെ വീണിട്ടുണ്ട്. ദേ ഇത് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ കച്ചറയിട്ട് കിടക്കണത്. മഴവില്ല് കാണുന്നുണ്ടോ ഗെയ്സ്? മഴവില്ലുണ്ട് ഗെയ്സ്, കാണോ? അങ്ങനെ ദേ കാറ്റും മഴയൊക്കെ കഴിഞ്ഞ് മഴവില്ലും വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.